ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പോങ്യാങ് ഇന്ന് ലോകമാധ്യമങ്ങളുടെയും പ്രതിരോധ വിദഗ്ധരുടെയും സശ്രദ്ധമായ നിരീക്ഷണത്തിലാണുള്ളത്. അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്നത് പഴയകാലത്തെ പരമ്പരാഗത യുദ്ധമുറകളുടെ ഓർമ്മപ്പെടുത്തലുകളൊന്നുമല്ല, തന്ത്രങ്ങളുടെ തികച്ചും പുതിയൊരു കാഹളമാണ്. കിം ജോങ് ഉൻ എന്ന വിട്ടുവീഴ്ചയില്ലാത്ത ദൃഢനിശ്ചയമുള്ള ഭരണാധികാരി റഷ്യയുടെ ഉന്നത സൈനിക പ്രതിനിധികളെയും ജനറൽമാരെയും സാക്ഷിയാക്കി അവിടെ ഒരു വിപ്ലവ സ്മാരകത്തിന്റെ വാതിലുകൾ ലോകത്തിന് മുന്നിൽ തുറന്നിരിക്കുകയാണ് ഇപ്പോൾ. ഓർക്കുക, ഇത് വെറുമൊരു കാഴ്ച ബംഗ്ലാവോ ചരിത്ര പ്രദർശനമോ ഒന്നുമല്ല, മറിച്ച് അമേരിക്കയും നാറ്റോ സഖ്യവും ചേർന്ന് പതിറ്റാണ്ടുകളായി കെട്ടിപ്പൊക്കിയ തങ്ങളുടെ സൈനിക മേധാവിത്വത്തിന്റെ കോട്ടകൾ തകർത്തടിഞ്ഞതിന്റെ ജീവിക്കുന്ന സാക്ഷ്യപത്രമാണത്. ഈ ഒരു സംഭവത്തെ കേവലം ഒരു വാർത്തയായി കാണാതെ ഇതിന് പിന്നിലെ വലിയ അന്താരാഷ്ട്ര രാഷ്ട്രീയ കളി എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ഉത്തര കൊറിയയിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ വാർത്തയുടെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ഉക്രൈനിലെ കഠിനമായ യുദ്ധഭൂമിയിൽ റഷ്യൻ സഹോദരങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് കനത്ത വെടിയുണ്ടകളെ വകഞ്ഞുമാറ്റി പോരാടിയ ഉത്തര കൊറിയൻ വീരന്മാരുടെ ചോരയുടെ ചരിത്രമാണ് എന്നതാണ് പറയാനുള്ളത്. ആ ചോരയുടെ ഗന്ധം ഈ മ്യൂസിയത്തിന്റെ ഓരോ കോണിലും വായുവിലും തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം തങ്ങളെ സാമ്പത്തികമായും സൈനികമായും തകർക്കാൻ നോക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഇരുമ്പ് കോട്ട പോലെ ഉറച്ചു നിൽക്കുന്ന റഷ്യൻ ഫെഡറേഷനോടുള്ള പരമോന്നത വിശ്വസ്തതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രഖ്യാപനമാണ് ഉത്തര കൊറിയ അവിടെ നടത്തിയിരിക്കുന്നത് എന്നതാണ്. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീര സ്മാരകം. ലളിതമായി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരു വശത്തും അവർക്കെതിരെ പരസ്യമായി കൈകോർത്തു നിൽക്കുന്ന റഷ്യയും ഉത്തര കൊറിയയും മറുവശത്തും അണിനിരക്കുന്ന ഒരു പുതിയ ആഗോള ചേരിതിരിവിന്റെ വിളംബരമാണ് ഇപ്പോൾ നടന്നത്. ഇത് കൂടുതൽ വ്യക്തമാകാൻ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ കാര്യം പറയാം. ഒരു നാട്ടിലെ വലിയൊരു പ്രമാണിയും അയാളുടെ സമ്പന്നരായ കൂട്ടുകാരും ചേർന്ന് ആ നാട്ടിലെ മറ്റൊരു സാധാരണക്കാരനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനും അവന്റെ ബിസിനസ് തകർക്കാനും നോക്കുന്നു എന്ന് കരുതുക. ആ സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത എന്നാൽ ഉള്ളിൽ വലിയ വീര്യമുള്ള മറ്റൊരു അയൽക്കാരൻ വന്ന് ഈ ഒറ്റപ്പെട്ടവന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും അവന്റെ ബിസിനസ്സിൽ പണം മുടക്കുകയും ആവശ്യമാണെങ്കിൽ ഗുണ്ടകളെ നേരിടാൻ സ്വന്തം ആളുകളെ വിട്ടു നൽകുകയും ചെയ്താൽ ആ പ്രമാണിക്ക് അത് വലിയൊരു തിരിച്ചടിയാകും, അല്ലെ? ഇവിടെ അമേരിക്കയും നാറ്റോയും ചേർന്ന പാശ്ചാത്യ സഖ്യമാണ് ആ പ്രമാണിമാർ. ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അവർ റഷ്യക്ക് മേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയെ തകർക്കാൻ ശ്രമം നടത്തി. വർഷങ്ങളായി കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഉത്തര കൊറിയ ആകട്ടെ ഇതിനിടയിലേക്ക് കടന്നു വരികയും റഷ്യക്ക് ആവശ്യമായ ആയുധങ്ങളും സൈനികരെയും നൽകി സഹായിക്കുകയുമാണ് ഈ അവസരത്തിൽ ചെയ്തത്. ഈ രണ്ട് രാജ്യങ്ങളും ഒത്തുചേർന്നപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ വിചാരിച്ചതുപോലെ റഷ്യയെ തളർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ കോട്ടകൾക്ക് അത് വലിയൊരു വിള്ളലുണ്ടാക്കുകയുമാണ് ചെയ്തത്. ആ വിജയത്തിന്റെ പരസ്യമായ ആഘോഷമാണ് പോങ്യാങ്ങിൽ ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്മാരകം തുറന്നതിലൂടെ കിം ജോങ് ഉൻ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഉത്തര കൊറിയ കേവലം മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു രാജ്യം മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ വൻ ശക്തികളുടെ യുദ്ധത്തിന്റെ ഗതി നിയന്ത്രിക്കാൻ പോന്ന സൈനിക ശേഷിയുള്ള രാജ്യമായി അവർ മാറിയിരിക്കുകയാണ്. ഉക്രൈനിലെ മഞ്ഞുമൂടിയ യുദ്ധഭൂമിയിൽ റഷ്യൻ സൈന്യത്തോടൊപ്പം ഉത്തര കൊറിയൻ സൈനികർ ജീവൻ വെടിഞ്ഞ് പോരാടി എന്ന് പറയുമ്പോൾ അതൊരു വെറും താൽക്കാലിക സൗഹൃദമായിട്ട് നമ്മൾ കാണരുത്. അത് വായുവിൽ തങ്ങി നിൽക്കുന്ന ചോരയുടെ ബന്ധമാണ്. ഇവർ തമ്മിൽ ഒരു രക്തബന്ധമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ചോര പങ്കിട്ട ചരിത്രം ഉണ്ടാകുമ്പോൾ അത് മാറ്റാനാകാത്ത അത്ര ദൃഢമായിട്ടാണ് മാറുന്നത്. അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളും നാറ്റോയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഉക്രൈൻ മണ്ണിൽ ഉത്തര കൊറിയൻ ആയുധങ്ങൾക്കും സൈനികർക്കും മുന്നിൽ പരാജയപ്പെട്ടു എന്ന് കാണിക്കാനാണ് ഈ മ്യൂസിയത്തിൽ യുദ്ധത്തിൽ പിടിച്ചെടുത്ത പാശ്ചാത്യ ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും കിം ജോങ് ഉൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു വശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ സഖ്യം ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ലാഭകരമായ ഒന്നായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമുക്കറിയാം, ഉത്തര കൊറിയയ്ക്ക് വൻതോതിൽ ആയുധങ്ങളും വെടിയുണ്ടകളും ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇന്നുണ്ട്. എന്നാൽ അവർക്ക് പുതിയ സാങ്കേതിക വിദ്യകളും സാമ്പത്തിക ഭദ്രതയും കുറവുമാണ്. റഷ്യക്കാകട്ടെ ആധുനിക ബഹിരാകാശ സാങ്കേതിക വിദ്യയും ആണവ രഹസ്യങ്ങളും ഇന്ധനവും ധാരാളവും ഉണ്ട്. എന്നാൽ ഉക്രൈൻ യുദ്ധം നീണ്ടുപോയതോടെ അവർക്ക് വലിയ തോതിൽ പരമ്പരാഗത വെടിയുണ്ടകളും സൈനിക സഹായവും ആവശ്യമായിട്ട് വരികയാണ്. ഇവിടെയാണ് ഇവർ തമ്മിലുള്ള പരസ്പര സഹായം പ്രസക്തമാകുന്നത്. ഉത്തര കൊറിയ റഷ്യക്ക് ദശലക്ഷക്കണക്കിന് ആർട്ടിലറി ഷെല്ലുകളും മിസൈലുകളും നൽകുമ്പോൾ പകരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് അവരുടെ ഉപഗ്രഹ സാങ്കേതിക വിദ്യയും ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള അറിവുകളും വലിയ തോതിൽ ഇന്ധനവും ഭക്ഷണവും നൽകുകയാണ്.
ഇത് പാശ്ചാത്യ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളായ ദക്ഷിണ കൊറിയയെയും ജപ്പാനെയും കടുത്ത ആശങ്കയിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പോങ്യാങ്ങിലെ ഈ സ്മാരകം കേവലം ഒരു ഭൂതകാലത്തിൽ നടന്ന കാര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണിത്. പാശ്ചാത്യ രാജ്യങ്ങൾ ലോകം മുഴുവൻ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യയും ഉത്തര കൊറിയയും ഒപ്പം ചൈനയുടെയും ഇറാന്റെയും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയോടെ ഒരു പുതിയ ശക്തി കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ലോകം. ഇത് ലോകത്ത് ഒരു പുതിയ ശീതയുദ്ധത്തിന് വഴി തുറന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. വരും നാളുകളിൽ ഏഷ്യ പസഫിക് മേഖലയിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങൾക്കും അതുപോലെ ആയുധ മത്സരങ്ങൾക്കും ഇത് കാരണമായേക്കാം. ചുരുക്കി പറഞ്ഞാൽ പോങ്യാങ്ങിൽ നിന്ന് ഉയരുന്ന ആ പ്രതിരോധത്തിന്റെ പുതിയ കാഹളം വരും ദശാബ്ദങ്ങളിൽ ലോക ചരിത്രത്തെയും അതുപോലെ ലോക ഭൂപടത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇവിടെ സാധിക്കും. പോങ്യാങ്ങിൽ കിം ജോങ് ഉൻ തുറന്നു നൽകിയ ഈ വിപ്ലവ സ്മാരകം അമേരിക്കയ്ക്കും നാറ്റോ സഖ്യത്തിനും വെറുമൊരു രാഷ്ട്രീയ ഒളിയമ്പ് മാത്രമല്ല, മറിച്ച് അവരുടെ ആഗോള മേധാവിത്വത്തിന് മേലേൽക്കുന്ന അതീവ ഗുരുതരമായ സുരക്ഷാ വെല്ലുവിളി തന്നെയാണ് ഈ മ്യൂസിയം. ഇത് എങ്ങനെയാണ് അവരെ ബാധിക്കുന്നത് എന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇത് കേവലം പ്രകടനപരതയ്ക്കപ്പുറം കൃത്യമായ ചില തന്ത്രപരമായ ആഘാതങ്ങൾ പാശ്ചാത്യ ലോകത്തിന് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ലളിതമായി പറയുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക ശക്തിയുടെയും അജയ്യതയെയും അവരുടെ തന്ത്രങ്ങളെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒന്നാണ് ഈ സ്മാരകമെന്ന് നിസ്സംശയം നമുക്കിവിടെ പറയാവുന്നതാണ്. ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് പാശ്ചാത്യ ആയുധങ്ങളുടെ പരാജയം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു എന്നതാണ്. അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ലോകത്തിലെ ഏറ്റവും ആധുനികവും അത്യാധുനികവുമായ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉക്രൈനിലേക്ക് നൽകിയതും ഇത് തന്നെയാണ്. തങ്ങളുടെ യുദ്ധ സാമഗ്രികൾ അജയ്യമാണെന്നായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങളും പ്രതിരോധ വിദഗ്ധരും എന്നും അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ സ്മാരകത്തിൽ ഉക്രൈൻ യുദ്ധഭൂമിയിൽ വെച്ച് റഷ്യൻ ഉത്തര കൊറിയൻ സഖ്യം തകർത്ത പാശ്ചാത്യ ടാങ്കുകളുടെയും മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അവരുടെ അപ്രമാദത്തിന്റെ കഥകൾ കെട്ടുകഥകളാണെന്ന് അവർ സമർത്ഥിക്കുകയാണ്. ഇത് അമേരിക്കൻ ആയുധങ്ങളുടെ ആഗോള വിപണിയിലെ അന്തസ്സിനേൽക്കുന്ന വലിയൊരു പ്രഹരവുമാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ കാര്യം പറയുകയാണെങ്കിൽ, വിപണിയിലെ ഏറ്റവും മികച്ചതും വില കൂടിയതുമായ ഒരു ലക്ഷറി കാർ ഒരു സാധാരണ വണ്ടി വന്ന് ഇടിച്ചു തകരുമ്പോൾ ആ ബ്രാൻഡിന്റെ വിശ്വാസത്തെ കേൾക്കുന്ന ആഘാതം പോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തങ്ങളുടെ കോടിക്കണക്കിന് ഡോളർ വിലയുള്ള ആയുധങ്ങൾ പരാജയപ്പെടുന്നത് കാണുന്നത് അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം കോടികളുടെ ബിസിനസ് ആണ് ഈ ആയുധങ്ങൾക്ക് മേൽ ഇവർ ലോകത്ത് നടപ്പിലാക്കുന്നതും. അതാണ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത്. രണ്ടാമതായി, ഇത് അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു ഇരട്ട യുദ്ധമുന്നണി എന്ന കടുത്ത സുരക്ഷാ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇതുവരെ അമേരിക്കയും നാറ്റോയും യൂറോപ്പിൽ റഷ്യയെ പ്രതിരോധിക്കുന്നതിലും ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയെയും ഉത്തര കൊറിയയെയും വെവ്വേറെ നേരിടുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഈ സ്മാരകം പ്രഖ്യാപിക്കുന്നത് റഷ്യയും ഉത്തര കൊറിയയും സുരക്ഷാപരമായി ഒരൊറ്റ ശക്തിയായി മാറി എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. അതായത് യൂറോപ്പിൽ റഷ്യക്കെതിരെ അമേരിക്കയോ നാറ്റോയോ ഏതെങ്കിലും കടുത്ത സൈനിക നീക്കം നടത്തുകയാണെങ്കിൽ ഏഷ്യയിൽ ദക്ഷിണ കൊറിയയ്ക്കോ ജപ്പാനോ അല്ലെങ്കിൽ പസഫിക്കിലെ അമേരിക്കൻ താവളങ്ങൾക്കോ എതിരെ ഉത്തര കൊറിയ പുതിയൊരു യുദ്ധമുഖം തുറക്കുകയാണ്. ഒരേ സമയം രണ്ട് വലിയ ഭൂപ്രദേശങ്ങളിൽ ഒരേ ശത്രു സഖ്യത്തോട് ഒരേ വീര്യത്തോടെ പോരാടേണ്ടി വരുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ വിഭവങ്ങളെയും ശേഷിയെയും പരമാവധി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യവുമാണ്. മൂന്നാമത്തതെയും ഏറ്റവും അപകടകരമായ വെല്ലുവിളി സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം തന്നെയാണ്. ഈ സ്മാരകത്തിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട സൗഹൃദം വെറും ഒരു പ്രകടനമല്ല. ഉക്രൈൻ റഷ്യയെ സഹായിക്കാൻ സ്വന്തം സൈന്യത്തെയും ആയുധങ്ങളെയും വിട്ടു നൽകിയതിന് പകരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് നൽകുന്നത് ലോകം വല്ലാതെ ഭയക്കുന്ന അത്യാധുനിക ബഹിരാകാശ ആണവ സാങ്കേതിക വിദ്യകൾ തന്നെയാണ്. ഉത്തര കൊറിയയുടെ പക്കൽ ഇതിനകം തന്നെ ആണവായുധങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. എന്നാൽ അവ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കൃത്യമായി എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യ അവർക്ക് പൂർണ്ണമായി വികസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ഈ പ്രതിസന്ധി കൂടി ഉത്തര കൊറിയ മറികടക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പ്രധാന നഗരങ്ങൾ നേരിട്ട് ഉത്തര കൊറിയൻ ആണവ മിസൈലുകളുടെ പരിധിയിലാകുന്നതാണ്. ഇത് അമേരിക്കയുടെ പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ഒരു നീക്കം തന്നെയാണ്. നാറ്റോ സഖ്യകക്ഷികളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇത് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. കാരണം റഷ്യയും ഉത്തര കൊറിയയും ചേരുമ്പോൾ ആയുധങ്ങളുടെ ഉൽപാദന വേഗതയും വിതരണ ശൃംഖലയും കൂടുതൽ ശക്തമാകുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിവുള്ളതാണ്. നാലാമതായി പറയാനുള്ളത് പാശ്ചാത്യ ഉപരോധങ്ങളുടെ സമ്പൂർണ്ണ പരാജയത്തിന്റെ പ്രഖ്യാപനമാണിത് എന്നതാണ്. സാമ്പത്തികവും നയതന്ത്രപരവുമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഒരു രാജ്യത്തെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താനും ശ്വാസം മുട്ടിച്ച് തോൽപ്പിക്കാം എന്നതൊക്കെയാണ് അമേരിക്കയും നാറ്റോയും കരുതിയിരുന്നത്. എന്നാൽ ഈ സ്മാരകം വഴി അവർ കാണിച്ചു തരുന്നത്
പാശ്ചാത്യ രാജ്യങ്ങൾ എത്രയൊക്കെ ഉപരോധിച്ചാലും തങ്ങൾ തകരില്ല എന്ന് മാത്രമല്ല, പരസ്പരം താങ്ങായി നിന്നുകൊണ്ട് പുതിയൊരു ബദൽ സാമ്പത്തിക സൈനിക വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുമെന്ന യാഥാർത്ഥ്യം കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയും നാറ്റോയും പതിറ്റാണ്ടുകളായി കെട്ടിപ്പൊക്കിയ ആഗോള സുരക്ഷാ ക്രമത്തെയും അവരുടെ സൈനിക അപ്രമാദത്തെയും പരസ്യമായി വെല്ലുവിളിക്കുകയും ലോകമിനി തങ്ങളുടെ മാത്രം താല്പര്യങ്ങൾക്കനുസരിച്ച് ചലിക്കില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ തന്ത്രപരമായ പ്രഖ്യാപനമാണ് പ്യോങ്യാങ്ങിലെ ഈ സ്മാരകമെന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. എന്തിനു വേണ്ടിയാണ് കിം ഇങ്ങനെ ഒരു സ്മാരകം ഇപ്പോൾ കെട്ടിപ്പൊക്കിയത് എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി അല്ലെ? അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.